സഹൃദയരെ, അങ്ങനെ നമ്മുടെ പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് ഡിജിറ്റലി പുറത്തു വന്നിരിക്കുകയാണ്. വർഷങ്ങളായി ഈ ഭീകരജീവിയുടെ വലിയൊരു ആരാധകരാണ് നമ്മളിൽ പലരും. പക്ഷേ ഈയിടെയായാണ് അതിൻ്റെ ഒരു പൂർണ്ണത കൈവന്നത്. അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. ഡാൻ ട്രാൻഷൻബെർഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എങ്ങനെ അദ്ദേഹത്തിനെ പറ്റി ഇവിടെ പരാമർശിക്കാതെ ഇരിക്കും? കാരണം 2022 അദ്ദേഹം പ്രേ അവതരിപ്പിച്ചു. അന്ന് മുതൽ നമ്മൾ ഞെട്ടാൻ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെ പറ്റി. പ്രേ തിയേറ്ററിൽ ഇറങ്ങേണ്ട സാധനമായിരുന്നു, പക്ഷേ അദ്ദേഹം ഹുലു ആപ്പ് വഴി ഇന്ന് റിലീസ് ചെയ്തു. അതൊരു മാരക സിനിമയായിരുന്നു. അതിനുശേഷം ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹം ഞെട്ടിച്ചുകൊണ്ട് കില്ലർ ഓഫ് കില്ലേഴ്സ്, അതും പ്രെഡേറ്റേഴ്സിൻ്റെ തന്നെയാണ്, 2025 ഈ വർഷം ഒരു ആനിമേറ്റഡ് മൂവി അങ്ങ് പുറത്തിറക്കി. അതും OTT ആയിരുന്നു. അതും തിയേറ്ററിൽ ഇറക്കേണ്ട സാധനമായിരുന്നു. ഇദ്ദേഹം ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷമാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് പുറത്തു വരുന്നത്. വീണ്ടും അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ലക്ഷ്യം, അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത് പ്രെഡേറ്റേഴ്സ് തന്നെയായിരിക്കും. അദ്ദേഹം ഇനി മറ്റെവിടെയും പോകേണ്ടതില്ല. ഇതുപോലുള്ള സിനിമകൾ മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ട പുരസ്കാരങ്ങൾ അദ്ദേഹത്തിനെ തന്നെ തേടിയെത്തുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇനി ഒരു 10-15 സിനിമ കൂടി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി, ഞാനും എൻ്റെ ആരാധകരും കൃതാർത്ഥരാകുമായിരുന്നു. അതുമാത്രമല്ല, അതുവരെ അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. കാരണം അതിന് മാത്രം സാധ്യതകളുള്ള വിശ്വവിഖ്യാതമായ ഒരു യൂണിവേഴ്സ് തന്നെ ഉണ്ട് ഇതിനു വേണ്ടി മാത്രം. വോൾവറിൻ വേഴ്സസ് പ്രെഡേറ്ററൊക്കെ ആലോചിക്കാം. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവമേ, അവർക്ക് കൊണ്ടുവരാൻ വേണമെങ്കിൽ അതൊക്കെ ദൈവമേ. എന്തായാലും ബാഡ്ലാൻഡ്സ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ അദ്ദേഹം അടുത്ത ചലച്ചിത്രത്തെ പറ്റി ഒരു പ്ലാനിങ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് പ്രതീതമാകുന്നത്. ദൈവമേ, നമുക്കിനി ഈ ചിത്രത്തിലേക്ക് തിരിച്ചു വരാം. ഇതിനെപ്പറ്റിയല്ല നമ്മൾ സംസാരിക്കാൻ വന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തനായ ഒരു പ്രെഡേറ്ററാണ് ഇദ്ദേഹം. യൗജ എന്നാണ് ഇപ്പോൾ പറയുന്നത്. യൗജ എന്ന് പറയുന്നത് ആ ജീവിയുടെ, ആ ഒരു അന്യഗ്രഹ ജീവികളുടെ ഒരു പ്രധാന വംശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ പ്രെഡേറ്റർ എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് ശീലപ്പെട്ടെ. ഇതിലെ പ്രെഡേറ്റർ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടി ഒരു ഗ്രഹത്തിൽ വരികയാണ്. അതിലെ എവിടെയുള്ള ഏറ്റവും ഭീകരനായ ജീവിയെ വകവരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ട്രോഫി. സാധാരണ അങ്ങനെയല്ലോ, തല വെട്ടിയെടുത്തുകൊണ്ട് പോകുന്നു, അവരുടെ കുടുംബത്തിൽ കൊണ്ട്, ക്ലാനിൽ കൊണ്ട് കാണിക്കുന്നു. കുടുംബമല്ല, ക്ലാനിൽ കൊണ്ട് കാണിക്കുന്നു. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ അവർ നൽകുന്നു. അതാണ് പ്രധാന കഥ ഇതിലുള്ള. എന്നാൽ ഈ പ്ലാനറ്റിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി ചെറിയൊരു തർക്കമുണ്ടായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് വകവരുത്തണമെന്നു. കാരണം ക്ലാനിലുള്ള ഏറ്റവും ബലഹീനനായ വ്യക്തി ഇദ്ദേഹമായിരുന്നു, നമ്മുടെ കഥാനായകൻ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വകവരുത്താൻ വന്നതും ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇദ്ദേഹത്തിനെ രക്ഷിക്കുന്നു, ഇദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നു. അതിനിടയിൽ അപ്പോൾ തന്നെ സഹോദരനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വകവരുത്തുന്നു. ഇനി ഇവിടെ നിന്ന് ട്രോഫി കൊണ്ടുപോയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ, എൻ്റെ സഹോദരനെ കൊന്നതിന്. അങ്ങനെയൊക്കെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. വളരെ സെൻറ്റിമെൻ്റൽ മൂവി. സാധാരണ പ്രെഡേറ്റേഴ്സ് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. വെട്ടി സ്നേഹം കുറച്ച് കൂടുതലാണെന്ന് തോന്നില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു. പണ്ട് ചത്ത് കിടന്നാൽ പോലും അവന്മാർ തിരിഞ്ഞുവെക്കാത്ത ടീമാണ്. ഇത്തരം മനസാക്ഷിയുള്ള പ്രെഡേറ്റേഴ്സ് വളരെ കുറവാണ്. സാധാരണ നമ്മൾ മുമ്പ് കണ്ടത് ഏലിയൻ വീസസ് പ്രെഡേറ്ററിൽ അവസാനം ആ ഒരു പ്രെഡേറ്റർ മറ്റേ പെണ്ണുപിള്ളയായിട്ട് ടീമപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ അപൂർവമായിട്ടാണെന്ന് തോന്നുന്നു സംഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്രെഡേറ്റേഴ്സ് 2010 ഇത് ഇറങ്ങിയത്. മറ്റേ നമ്മളെല്ലാവരെയും കൊണ്ട് ഒരു പ്ലാനറ്റിൽ കൊണ്ടിട്ട് അവിടെ ഓടിച്ചിട്ട് വെടിവെക്കുന്ന എല്ലാവരെയും. അതിലും ലാസ്റ്റ് ഇതുപോലെ കെട്ടിയിട്ടൊരു പ്രെഡേറ്റർ ഇവരുമായി ലാസ്റ്റ് ടീമപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ ടീമപ്പ് ചെയ്യാറുള്ളവർ. അങ്ങനെ ഇതിലും ഒരു ടീമപ്പ് വരുന്നുണ്ട്. അത് സിന്തറ്റിക്സുമായിട്ടാണ്. അങ്ങനെ അവർ അവിടെ ചെന്ന് ട്രോഫിയുമായി തിരിച്ചു വരുമ്പോൾ വീണ്ടും പ്രതികാരത്തിനാണ് ഇദ്ദേഹം എത്തുന്നത്. അവിടെ ചെന്ന് ട്രോഫി എടുത്ത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിറക്കി വരുന്നതിന് പ്രതികാരം ചെയ്യാനാണ് മിസ്റ്റർ വന്നത്. കൊന്നിട്ടേ പോവുകയുള്ളൂ. പക്ഷേ ഇവിടുന്ന് പോയ പോലെയല്ല അദ്ദേഹം തിരിച്ചു വന്നത്. അവിടെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നീക്കുപോക്കുകളും വിധിചലനങ്ങളും ധാരാളം മാറ്റങ്ങളുണ്ടാകുന്നു. സ്വന്തം അച്ഛനെ അവിടെ വെച്ച് വക വരുത്തുന്നു അദ്ദേഹം. ആ ലാസ്റ്റ് 5 മിനിറ്റ് മാത്രം കാണാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോകാം. അങ്ങനത്തെ ഒരു ഫൈറ്റ് ആയിരുന്നു അത്, പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹം വകവരുത്തിയത്. എന്നാൽ അദ്ദേഹം വകവരുത്തിയതിന് ശേഷം ആണ് അദ്ദേഹത്തിൻ്റെ അമ്മ അങ്ങോട്ട് കടന്നു വരുന്നത്. നമ്മുടെ ഈ സിനിമയിൽ തന്നെ ആദ്യമായാണ് ഒരു ഫീമെയിൽ പ്രെഡേറ്ററിൻ്റെ സാന്നിധ്യം അവരറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തു വലുതായിട്ട് അദ്ദേഹം തയ്യാറാക്കുന്നുണ്ട് പിന്നാമ്പുറത്ത്. സിനിമയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ പ്രെഡേറ്ററിൻ്റെ ഒരു പ്രസൻസ് തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുമാത്രമല്ല, ആണുങ്ങളെ പോലെയല്ല ഫീമെയിൽ പ്രെഡേറ്റേഴ്സ്. വെറും വളരെ ക്രൂരമാണ്, വളരെ ക്രൂരം. തീർത്ത് കളയും, ഒരു മനസാക്ഷിയില്ല. അതിൽ അവരെക്കാളും കൂടുതൽ ശക്തരുമാണ് എന്നാണ് കോമിക്സിലൊക്കെ പറയുന്നത്. ഇനി സിനിമയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. വളരെ ക്രൂരമായും പൈശാചികമായാണ് പെണ്ണുങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. ഇതിങ്ങനെ പ്രത്യക്ഷത്തിൽ എങ്ങനെയായിരിക്കും ഇവർ കാണാനൊന്നും ആർക്കും അറിയില്ല. ഇനി കണ്ടറിയാം. ഒരു ഫീമെയിൽ പ്രെഡേറ്റർ വരുന്നുണ്ട്, എന്തും സംഭവിക്കുക. ഇനി നമ്മുടെ നായകൻ്റെ തന്നെ അമ്മയായതുകൊണ്ട് അദ്ദേഹത്തിന് തലോലിക്കാനായിരിക്കില്ല അവൻ്റെ അമ്മ വരുന്നത്. എന്ത് സംഭവിക്കും? മിക്കവാറും ഇദ്ദേഹത്തിന് തലയെടുത്തോണ്ട് പോകുമായിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും സഹൃദയരെ, അപ്പോൾ ഇത്രയും നേരം ക്ഷമയില്ലെങ്കിൽ നമ്മളിപ്പം സഹകരിച്ച എല്ലാവർക്കും എന്നെ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇനി മറ്റൊരു ചലച്ചിത്രവുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം.